I now invite Sri C.P. John, Minister Designate, to take the oath of office and oath of secrecy. ദീർഘകാലമായി UDF-നോടൊപ്പമുള്ള CMB-യുടെ മുഖമായിട്ടുള്ള CP ജോൺ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എപ്പോഴും CP ജോണിനും തിരിച്ചടിയാണ് ഉണ്ടായത്. ഇത്തവണ തിരുവനന്തപുരം മണ്ഡലം നൽകി UDF-ന്റെ മുഖം കൂടിയായിട്ടുള്ള CP ജോൺ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ കന്നി അംഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനം കൂടി നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിതാ CP ജോൺ വീണ്ടും മന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്നതാണ്. UDF കോട്ടയിൽ നിന്ന് എത്തുന്നു. CP ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CP ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CP ജോൺ തിരുവനന്തപുരത്ത് നിന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ട് ഏറ്റവും രാഷ്ട്രീയമായ കൗതുകമാകുന്ന മറ്റൊരു കാഴ്ച കൂടിയാണിത്. കാരണം CPM-നോടൊപ്പം സഞ്ചരിച്ചിരുന്ന നേതാവാണ്. SFIയിൽ നിന്നു തുടങ്ങിയ രാഷ്ട്രീയ നേതാവാണ്. 1980-85 കാലഘട്ടങ്ങളിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ഒരു നേതാവാണ്. പിന്നീട് അദ്ദേഹം UDF-ന്റെ ഭാഗമാകുന്നു. ഏതാണ്ട് 36 വർഷമായി UDF എന്ന മുന്നണിയോടൊപ്പം നിൽക്കുന്നു CP ജോൺ എന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയം മാത്രമായിരുന്നു CP ജോണിന് ലഭിച്ചിരുന്നത്. ഇത്തവണ ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരു മണ്ഡലം നൽകേണ്ടതുണ്ട് എന്ന് പൊതുവിൽ കോൺഗ്രസും നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചത്. ആസൂത്രണ ബോർഡിൽ ഏതാണ്ട് 10 വർഷക്കാലം അംഗമായിരുന്നു CP ജോൺ എന്നതുകൊണ്ട് തന്നെ ആ അനുഭവ സമ്പത്ത് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രയോജനപ്രദമാകും എന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ CP ജോണും ഈ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.